അലൈഹിസ്സലാം നിങ്ങളുടെ കൂടെയുണ്ട് ഹസ്സാൻ, പറഞ്ഞോളൂ, മറുപടി കൊടുത്തോളൂ. ഖും യാ ഹസ്സാൻ ഫഅജ്ബിർ റജുൽ. സുബർഖാൻ ഇബ്നു ബദറിന് അവരുടെ കവിയാണ്, മറുപടി കൊടുക്കിൻ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ മറുപടി കൊടുക്കുകയാണ് കവിതയിലൂടെ. മദീന പള്ളിയുടെ ഉള്ളിൽ പുണ്യ നിബിതങ്ങൾ ആ കവിതകൾക്ക് സാക്ഷിയായി നിബിതങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നദ്ദവാഇബ മിൻ ഫിഹ്രിൻ വഇഖ്വതിഹിം ഖദ് ബയ്യനൂ സുന്നതൻ ലിന്നാസി തുത്തബഉ. അവരുടെ കവിത ഐനിൽ ഉ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്. അപ്പം അതിന് മറുപടിയാണത്. സുബ്ഹാനല്ലാഹ്. ഇന്നദ്ദവാഇബ മിൻ ഫിഹ്രിൻ വഇഖ്വതിഹിം ഖദ് ബയ്യനൂ സുന്നതൻ ലിന്നാസി തുത്തബഉ യർളാ ബിഹിം കുല്ലു മൻ കാനത് സരീറതുഹു തഖ്വൽ ഇലാഹി വകുല്ലുൽ ഖൈരി യുസ്തനഉ ഖൗമുൻ ഇദാ ഹാറബൂ ضروا عدوهم أو حاولوا النفع في أشيائهم نفعوا سجية تلك منهم غير محدثة إن الخلائق فاعلم شرها البدع يا الله وأبي إن هذا الرجل لمؤتى له. അവരുടെ നേതാവ് അഖ്റഅ ഇബ്നുൽ ഹാബിസ് പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഈ കവിത ചൊല്ലിയ ആള് ലമുഅ്താലഹു, ഇത് വല്ലാത്ത മനുഷ്യനാണല്ലോ, എന്തോ ഒരു കഴിവുള്ള കവിയാണ് ഈ റസൂലിന്റെ കവി. ലഖതീബുഹു അഖ്തബു മിൻ ഖതീബിനാ, നമ്മുടെ പ്രഭാഷകനേക്കാളും വലിയ പ്രഭാഷകൻ അവർക്ക്. വലശാഇറുഹു അശ്അറു മിൻ ശാഇരിനാ, നമ്മുടെ കവിയേക്കാളും വലിയ കവിയുമുണ്ട്. വലഅസ്വാതുഹും അലാ മിൻ അസ്വാതിനാ, നമ്മുടെ ശബ്ദത്തെക്കാളും അവരുടെ ശബ്ദം എത്രയോ മേലെ തന്നെയാണ്. അവരൊന്നിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് 80ഓളം വരുന്ന ആളുകൾ അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നു. ബനു തമീമുകാർ. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ബാബ് ഇട്ടിട്ടുണ്ട്, ഹൽ യുൻഷദു അശ്ശഅറു ഫിൽ മസ്ജിദി. അങ്ങനെ തന്നെ ഒരു ബാബുണ്ട്. പള്ളിയിൽ നിന്ന് മദ്ഹ് ബൈത്ത് പാടാൻ പറ്റുമോ, പള്ളിയിൽ നിന്ന് ബൈത്ത് ചൊല്ലാൻ പറ്റുമോ? ഇമാം ബുഖാരി തങ്ങൾ ഹെഡിങ് ഇട്ടതാ. എന്നിട്ട് അവിടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മർറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹസ്സാനുൻ യുൻഷിദു ഫിൽ മസ്ജിദി ഫൻതഹറ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം. അപ്പോൾ ഉമർ തങ്ങൾ പേടിപ്പിച്ചു, എണീറ്റ് പോകാൻ പറഞ്ഞു. ഫൻതഹറഹു. അപ്പോൾ ഹസ്സാൻ എന്നവരെ ഫഖാല ഹസ്സാനുൻ ലിഉമർ ഖദ് കുൻതു ഉൻഷിദു വഫീഹി മൻ ഹുവ ഖൈറും മിൻക. ഉമറേ, നിങ്ങളെക്കാളും ഖൈറായ ഒരാൾ അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിൽ ഇരിക്കാറുണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇവിടെ ബൈത്തുകൾ ചൊല്ലാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ഇരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി, അങ്ങനെയാണോ? ഉണ്ടെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ എന്നാ പഠിക്കോ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപക്ഷേ ആ പാട്ടുകൾക്ക് സാക്ഷിയാകാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കാൻ ഇടവന്നത്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ശരിയാണ് ഉമറേ, ഹസ്സാൻ ഇബ്നു സാബിത്തിന് പുണ്യ നബി തങ്ങൾ ഇതിന് സമ്മതം കൊടുത്തിട്ടുണ്ടല്ലോ, പാടിക്കോട്ടെ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് ഒരുപാട് സംഭവങ്ങളുടെ സാക്ഷ്യമാണ്. അവിടെ നിന്നാണ് സൈന്യങ്ങൾക്കുള്ള ഉത്തരവുകൾ ഹബീബായ നബി തങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, മദീനയെ ആക്രമിക്കാൻ വരുന്നവർ, മദീനയെ ചുട്ടുകരിക്കാൻ പ്ലാൻ ചെയ്തു വന്നവരെ, ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും തബൂക്കുമെല്ലാം ഉണ്ടായത്, ഖൈബർ ഉണ്ടായത് പ്രതിരോധമാണെന്ന് മുസ്ലിമീങ്ങളെ ഈ ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയതല്ല, ഇങ്ങോട്ട് പരാക്രമണം ചെയ്യാൻ വന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെന്നതാണ് നമ്മുടെ ബദർ, അതാണ് ഉഹദ്, അതാണ് ഖന്ദഖ്, അതാണ് തബൂക്ക്. മദീനയിലെ പെണ്ണുങ്ങളും അവിടുത്തെ കുട്ടികളും പിഞ്ചുമക്കളും അവരറുകുല ചെയ്യാൻ വരുന്ന ശത്രുക്കളെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഹബീബായ നബി തങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട ബാധ്യതയില്ലേ? അതുകൊണ്ടാണ് ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്.
പുണ്യനബിയോട് അല്ലാഹുവിന്റെ ആഹ്വാനമുണ്ട്, നബിയെ അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങേക്ക് ഓടാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഉത്തരവുകൾ കൊടുക്കാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു സാലിം അൽ ഖുസാഇ പോലെയുള്ള ആളുകൾ ഹബീബാ നബി തങ്ങളുടെ മസ്ജിദിലേക്ക് വന്ന്, പുണ്യ നബി തങ്ങളുടെ അരികത്ത് വന്ന് വിഷയങ്ങൾ ചോദിച്ചു പഠിച്ചു പോകുന്നതും അവിടുത്തെ സംഭവ വികാസങ്ങളെ ഹബീബായ നിബിതങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നതിനും ഒരുപാട് ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഒരൽപ്പം അറബിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ അവർക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവർ അറബി സംസാരിക്കുന്നവരാണ്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനുസല്ലി വനുസല്ലിമു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം الذي أسس بنيان مسجده على تقوى من الله وجعلها منارة وهدى لأصحابه وللمؤمنين من بعده إلى يوم الدين. وفي رحاب هذا المسجد المبارك والذي يذكرنا بالمسجد النبوي في المدينة المباركة المشرفة المنورة لرسول الله صلى الله عليه وسلم، ونبني من ها هنا من مسجد كمبول جسرا إيمانيا روحيا إلى مسجد رسول الله صلى الله عليه وسلم، نرتوي منه ونشبع منه وننتهل من بركات هذا المكان الشريف. ننتقل بنا من هذا المسجد إلى رحاب مسجد رسول الله صلى الله عليه وسلم، والذي قال سبحانه في محكم تنزيله عندما جعل الله سبحانه وتعالى مثالا رائعة لنوره، الله نور السماوات والأرض، وتلا بعده بقول الله سبحانه في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. نبينا صلى الله عليه وسلم جعل مسجده مكانا للفتيا وللمشورة والاستشارات العسكرية، وجعلها منارة تضيء لهذه الأمة جمعاء، تضيء لها قلوبها الصماء وترفع عنهم الأذى ويرفعهم إلى أعلى عليين من ملكوت السماوات والأرض، حيث ينزل فيها سيد الملائكة جبريل عليه الصلاة والسلام، فمنبره صلى الله عليه وسلم تحكي لنا قصصا، ومحرابه تحكي لنا قصصا نسكب فيها العبرات ولنا فيها عبر وعظة صلى الله عليه وسلم. كان النبي صلى الله عليه وسلم يقول: من بنى لله مسجدا ولو كمفحص قطاه بنى الله له بيتا في الجنة. فهذه بيوت الله سبحانه وتعالى مهمتها ذكر الله سبحانه وقراءة القرآن والوعظ ودرس الدين والدراسة والمدارسة. وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله يتدارسونه بينهم إلا نزلت عليهم السكينة وحفتهم الملائكة وغشيتهم الرحمة وذكرهم الله في من عنده. وأي فخر من هذا لهذه الأمة من أن يذكر المولى عز وجل عند الملأ الأعلى، يذكر أناسا يتلون كتاب الله ويتدارسونه، كما قال علماؤنا السلف الصالحون: يتدارسون القرآن. والإمام الشافعي رضي الله تعالى عنه وتلميذه أحمد بن حنبل رحمة الله تعالى عليه يجلسان ويقضيان الليلة كاملة في مشورة يشاورون في مسألة وفي فتوى من مسائل الدين الفقهية. والإمام أبو حنيفة النعمان رحمة الله تعالى عليه يجلس في مسجد كوفة بعد صلاة العشاء، يجلس في محرابه وينتظر المؤذن حتى يغلق المسجد والإمام لا ينهض، ما زال في محرابه يذكر الله ويفكر ويذكر ويبكي
حتى مل المؤذن وراح إلى بيته وتعشى ونام، وخرج قبل صلاة الفجر والإمام موجود في المحراب ما زال على وضوء. قضى تلك الليلة الكاملة ليلة هادئة في رحاب رب العالمين في محراب مسجد الكوفة رحمة الله تعالى عليه. وحينما نبهه المؤذن قد آن وقت صلاة الفجر، إذن لي أن أرفع الأذان، فقال: أو قد رحل الناس؟ قال: نعم، ناموا وصاحوا واستيقظوا، ها هو الصباح يؤذن بقربها. فالإمام قال: ولا زلت في قول من آيات الله سبحانه وتعالى: يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. يفكر ويتذكر ويدارس مع نفسه آيات الله سبحانه وتعالى في محراب مسجده. هذا هو المسجد لذكر الله سبحانه. جبريل عليه الصلاة والسلام ينزل على رسول الله صلى الله عليه وسلم ويدارسه القرآن في مسجده، خاصة في رمضان، وقد دارسه القرآن مرتين قبل وفاته، قبل أن يرتحل إلى رحمة ربه وجواره صلوات ربي وسلامه عليه. وصحابة رضوان الله عليهم ونبيهم ونبينا صلى الله عليه وسلم إذا حزبهم أمر فزعوا إلى الصلاة ويقول لسيدنا بلال: أرحنا بها يا بلال، أرحنا بها يا بلال، أي أقم الصلاة يا بلال، أرحنا بها يا بلال. كان النبي صلى الله عليه وسلم إذا حزبه أمر فزع إلى الصلاة. فما أحوجنا أمة الإسلام أن نلتجئ إلى مساجدنا وإلى مصلانا ونفكر في أنفسنا ونتوب عن ذنوبنا ونتوجه إلى ربنا ونتذكر أيامنا المقبلة في قبورنا وفي برزخنا وفي اليوم الآخر، حتى نرجع إلى الله سالمين ومع القلوب الطهرة ومع الأجسام ومع الأبدان الطاهرة المطهرة. وهذه مغسلة وهذه مطهرة لذنوبنا. لله در كل من ساهم في بناء هذا المسجد، خاصة سيدنا السيد عمر كوني كويتنغل. الله يزيد في عمره ويزيد في صحته ويشفي له آلامه. والله قد سعى وقضى أوقاته القيمة النيرة في رحاب هذا المسجد وراء العمال، يرشدهم ويوجههم حيثما هو اشتهى أن يكون هذا المسجد، فطلع بعون الله وفضله وبعدها بجهد سيدنا وشريفنا عمر كوني كويتنغل مسجدا تأخذنا إلى مكة والمدينة في مكان واحد. اللهم اجعلنا ممن يعمرون مساجدك ويتبركون فيها ويتعبدون فيها ويتطهرون منها. اللهم اجعلنا من أولئك الذين يساهمون في إعلاء كلمتك وذكرك وشكرك يا رب العالمين ويا أكرم الأكرمين. الحمد لله الذي جعلنا من دين الإسلام والحمد لله الذي جعلنا من أمة سيدنا ونبينا محمد خير الأنام صلى الله عليه وعلى آله وأصحابه الكرام.
وعلى المهاجرين والأنصار الذين أنزل الله في حقهم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبداً ذلك الفوز العظيم. صدق الله العظيم. وارض اللهم عن المهاجرين والأنصار وشهداء بدر وأحد وحنين وأمة سيدنا محمد أجمعين. حقا وحقيقة هذا المكان المبارك كما قال الأخ الحبيب سمسار الحق، ما شاء الله، يعني دليل الحق. نعم، حفظه الله ورعاه. ما بقي من شيء حتى قاله من زمن نبينا محمد صلى الله عليه وسلم وأهل بيت رسوله والصحابة الكرام إلى هذه الساعة المباركة، فجزاه الله خير الجزاء. إنه شاب وجهه سبحان الله مبارك، وكلامه مبارك، وفي مكان مبارك، وفي مجتمع من أمة رسول الله صلى الله عليه وسلم. الحمد لله الذي اختار هذه العائلة المباركة، وهي من ذرية الإمام الحسين بن علي بن فاطمة بنت رسول الله صلى الله عليه وسلم. السادة الكرام حفظهم الله ورعاهم، آل العيدروسي الحسيني جدهم هاجر من بصرة العراق من جوار الحسن البصري سيد التابعين رضي الله عنه، وجاء إلى الحجاز إلى مكة والمدينة، وانتقل إلى اليمن، ومن اليمن قد هاجر إلى هذه البلاد المباركة. وهؤلاء العائلة الكرام هي من سلالته رضوان الله عليه. إنهم سادة ذو نسب صحيح مبارك حقا وحقيقة، وهذه الآثار تدل عليهم. فجزاهم الله عن الإسلام وعن المسلمين وعن هذه البلاد خير الجزاء، ووفقهم الله تعالى لعمل الخير والإحسان، وزادهم الله خيراً وبركة وصحة وعافية وسلامة وحفظاً لكتابه الكريم ولسنة نبيه وحديثه عليه الصلاة والسلام. وهذه الآثار هي التي تدل. والله في الأمس رأينا
وشممنا رائحة النبي محمد صلى الله عليه وسلم في هذا المكان يا شيخ. عندما جئنا قل لهم جزاك الله خير، شممنا ورأينا رائحة النبي محمد عليه الصلاة والسلام. ഇന്നലെ ഷെയ്ഖ് അവറുകളും കൂടെയുള്ളവരും ഈ വിശുദ്ധ നഗരിയിലേക്ക് വന്നപ്പോൾ ഇവിടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം നേരിട്ട് അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. أسأل الله سبحانه وتعالى أن يتم عليكم هذه النعم المباركة. وقال ربكم ادعوني أستجب لكم. اللهم إنا نسألك بأسمائك الحسنى وباسمك الأعظم وبنور وجهك الكريم وحبيبك المصطفى صلى الله عليه وسلم الصادق الوعد الأمين، اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحاضرين والحاضرات والغائبين والغائبات الأحياء منهم والأموات. اللهم أنزل بركات السماوات والأرض على هذا المجلس المبارك وعلى هذا الحضور المبارك. اللهم زدهم وزدنا خيرا وبركة وصحة وعافية وسلامة ورزقا حلالا طيبا وذرية صالحة مباركة وزوجات صالحات مؤمنات تقيات يا رب العالمين. اللهم احفظ هذه البلاد من أهل السنة والجماعة يا رب العالمين. ارحم العلماء العاملين والمشايخ الكاملين والأئمة الأربعة المجتهدين في الدين وأهل الطرق العلية جميعا يا رب العالمين. اللهم احفظ رجال المسلمين، اللهم احفظ نساء المسلمين، اللهم احفظ بنات المسلمين، اللهم احفظ شباب المسلمين، اللهم احفظ أطفال المسلمين، اللهم احفظهم واحفظنا من شر شياطين الشوارع وشر الانترنت والفيسبوك يا رب العالمين. ويا أكرم الأكرمين يا الله يا عظيم، ارحم موتانا وموتى المسلمين، ارحم من مات في هذا اليوم وفي قبله من أمة سيدنا محمد صلى الله عليه وسلم. نور قبورهم واجعلها روضة من رياض الجنة مع آبائنا وأمهاتنا جميعا يا رب العالمين. اللهم أنزل شفاء تاما عاجلا على كل مريض ومريضة حاضرين غائبين في هذه البلاد وفي سائر بلاد المسلمين. أنت قلت وقولك الحق. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. اللهم ارفع الغلاء والبلاء والوباء والأمراض والفيروسات عن هذه البلاد وسائر بلاد المسلمين، إنك سميع الدعاء يا رب العالمين. يا الله يا عظيم، يا الله يا رحمن ويا رحيم. اللهم تقبل منا ومن هذا الجمع المبارك بسبع المثاني والقرآن العظيم. الفاتحة مع الصلوات. اللهم صل وسلم سيدنا ونبينا العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين 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 يا رب العالمين. الحمد لله. فجزاكم الله خيرا شيخنا، الله يزيدكم من خيره وفضله. والله تشرفنا بكم ونورت المكان ونورنا، تشرفنا بكم يا رب. إن شاء الله إن شاء الله إن شاء الله، وتجدد اللقاء بإذن الله إن شاء الله. بسم الله. عبد الناصر المعدني فانا كده
വഅള് തീർന്നിട്ടില്ല, തുടരുന്നതാണ്. എല്ലാവരും ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക. വഅള് തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി സംസാരിക്കുന്നതാണ്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക എന്നറിയിക്കുന്നു. മാഷാ അല്ലാഹ്, ഈ സദസ്സിന് കിട്ടിയ നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു ആത്മീയ സാന്നിധ്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുബാഹ് റിഫായി തങ്ങളവറുകൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുൻ ബറക്കത്തും ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവർ പറയായിരുന്നു, ഈ ഒരു കുമ്പോൽ പ്രദേശം ഇത് ശരിയായ അഹ്ലുബൈത്തിൻ്റെ എല്ലാ നിലക്കും ഹഖൻ വ ഹഖീഖത്തൻ എന്ന അദ്ദേഹം ആ വാക്കിൽ ഉപയോഗിച്ചു. ഹക്കായും യാഥാർത്ഥ്യമായും എല്ലാ നിലക്കും ഇത് ശരിയായ അഹ്ലുബൈത്താണ്. അതിൻ്റെ നസബയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നു ചേരുന്ന പരമ്പരയാണ് ഈ കുടുംബം. അവരുടെ വല്യപ്പ ബഗ്ദാദിൽ നിന്ന് മക്ക മദീനയും താമസിച്ച് യമനിൽ വന്ന് യമനിൽ നിന്ന് ആ കുടുംബം ഇങ്ങോട്ട് എത്തിയ കഥയടക്കം ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചു. അറബി അറിയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അവർ തറപ്പിച്ച് പറയായിരുന്നു, ഇത് ശരിയായ ഒരു ആത്മീയ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സുഗന്ധം അവർ നേരിട്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞു. അത് അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുതിയിട്ട് പറഞ്ഞത്. കാരണം അത് അവരുടെ ഒരു അനുഭവമാണ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടും. അത് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ഇസ്സത്തും അള്ളാഹുവിൻ്റെ കാവലും ഹിഫ്ളും ഈ സയ്യിദ് കുടുംബങ്ങൾക്കെല്ലാം, ഇവിടുത്തെ മക്കൾ, പേരക്കുട്ടികൾ, അവരുടെ മക്കൾ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർ, അവർക്കും ഇന്ന് കഴിഞ്ഞു പോയവർക്കൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ റിളാ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിലെ സംഭവിച്ച ചില സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മളൊരല്പസമയം കൂടെ ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ അവറുകൾ 11:30 മണിവരെ സംസാരിക്കണമെന്ന് താല്പര്യം പറഞ്ഞു. ഇൻഷാ അള്ളാഹ് അത് എന്തായാലും അങ്ങനെ തന്നെ ഇൻഷാ അള്ളാഹ് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങളുടെ മസ്ജിദിലേക്ക് കയറി ചെന്നപ്പോൾ നബി തങ്ങൾ അവിടെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബി റിപ്പോർട്ട് ചെയ്യാണ്, ഖാമ ബി അബീ വ ഉമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ. അവിടുന്ന് പരിശുദ്ധമായ മിമ്പറിൽ കയറി നിന്നു. ഫഅഖദ റായ, അങ്ങനെ ഒരു കൊടി നബി തങ്ങൾ ഉയർത്തിപ്പിടിച്ചു. റായത്തുൻ സൗദാ, അതൊരു കറുത്ത കൊടിയായിരുന്നു. അതിന് റായത്തുൽ ഉഖാബ് എന്നാണ് പറയാം. നബി തങ്ങളുടെ ചില കൊടികളിൽ കറുപ്പ് നിറമുണ്ടായിരുന്ന കൊടികൾ ധാരാളം കാണാൻ കഴിയും. ഈ കൊടിക്ക് റായത്തുൽ ഉഖാബ് എന്നാണ് പറയാം. ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ അതിന് റായത്തുൽ ഇഖാബ് അങ്ങനെയും പേര് കൊടുത്തത് കാണാൻ കഴിയാറുണ്ട്. അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ആ കൊടി ഏൽപ്പിക്കുന്നത് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്. എങ്ങോട്ട് പോകാനാണ്? ഇലാ ഗസ്വത്തി ദാത്തുസ്സലാസിൽ, യുദ്ധത്തിലേക്ക് പോകാൻ. പുണ്യനബി തങ്ങൾ എല്ലാവിധ പ്രാർത്ഥനയും ചെയ്ത്, നിങ്ങൾ ചെയ്യുന്ന ദൗത്യം ഒരു ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ്, ഒരു ഉമ്മത്തിനെ നശിപ്പിക്കാൻ വരുന്ന ഒരു ശത്രു സൈന്യത്തെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഹബീബായ നബി തങ്ങൾ പതാക ഏൽപ്പിച്ചത് വിശുദ്ധമായ മസ്ജിദിൽ നടന്നതിന് സാക്ഷിയായ സംഭവം ഹദീസിൽ കാണാൻ കഴിയും. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ പുണ്യനബി തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് സ്വഹാബിമാരോട് മഷ്വറ ചെയ്യുന്നു, എന്ത് ചെയ്യണം. ഉഹദ് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഉഹദ് മദീന തന്നെയാണ്. പക്ഷെ അന്ന് ഉഹദ് മദീനയുടെ പുറത്താണ്. ഇതുപോലെ ഇന്ന് നമ്മൾ ജന്നത്തുൽ ബഖീഅ് സിയാറത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യഭാഗം എത്തുന്നിടത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്. അത് ജന്നത്തുൽ ബഖീഇൻ്റെ ആ ഒരു മാപ്പ് അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസ്മാൻ തങ്ങളുടെ ഖബറുണ്ട് അവിടെ. ഉസ്മാൻ തങ്ങളുടെ ഖബർ നിൽക്കുന്നത് പഴയ ബഖീഇനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ബഖീഇൻ്റെ പുറത്താണ്. ജന്നത്തുൽ ബഖീഇൻ്റെ പുറത്തായിരുന്നു അന്ന് അവിടുത്തെ രാഷ്ട്രീയ വിരോധികൾ മഹാനവറുകളെ മറവ് ചെയ്യാൻ സമ്മതിച്ചത്. അവിടെയാണ്, ബഖീഇൽ വിട്ടിരുന്നില്ല.
പക്ഷെ പിന്നീട് അത് ബക്കിയായി മാറിയതാണ്. ഇന്ന് ബക്കി വികസിച്ചപ്പോൾ ഇന്ന് ആ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ്. പക്ഷെ പഴയ കാലം അത് ബക്കിയിൻ്റെ പുറത്താണ്. എന്ന പോലെ മദീന ചെറിയൊരു സ്ഥലമാണ്. ഉഹദ് മദീനക്ക് പുറത്തുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇന്ന് മദീന വലിയ ഒരു ടൗൺഷിപ്പാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉഹദ് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണുമ്പോൾ വളരെ അടുത്ത് തന്നെയായിട്ടാണ് നമുക്കറിയാം. പക്ഷേ നബി തങ്ങൾ സ്വഹാബിമാരോട് മശ്വറ ചെയ്തിരുന്നു എന്നാണ്. ആ മശ്വറ നടന്നത് മദീന മിമ്പറിലാണ്. ഖുറൈശികൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട്. ആ അക്രമത്തിന് പ്രതിരോധം നമുക്ക് ചെയ്യണം. കാരണം നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ മദീനയിലെ പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും നിരപരാധികൾ അവർ വെട്ടിനുറുക്കി കൊന്നുകളയും. നമ്മൾ ഉഹദിലേക്ക് പോവണോ അതല്ല മദീനയിൽ തന്നെ നിൽക്കണമോ? അങ്ങനെ കിബാറു സ്വഹാബ പുണ്യനബിയോട് പറഞ്ഞു, നറാ അൻ നബ്ഖാ ഫീ മദീനത്തിന, നമ്മളിവിടെ തന്നെ നിൽക്കലാണ് നല്ലത് എന്നവർ അവിടെ പറഞ്ഞു. ആ കൂട്ടത്തിൽ മഹാനായ നഈബ് ഇബ്നു മാലിക് ഇബ്നു സഅലബ റളിയല്ലാഹു തആല അൻഹു 30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവരൊരു കാര്യം പറഞ്ഞു നബിയോട്, യാ റസൂലല്ലാഹി ലാ തഹരിംനി ദുഖൂലൽ ജന്ന, ലാ തഹരിംനി ദുഖൂലൽ ജന്ന, നബിയെ എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകണം, അതിനൊരു തടസ്സം എനിക്കുണ്ടാവരുത് നബിയെ. ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. വല്ലാത്തൊരു വാക്കല്ലേ. നബിയെ എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകണം, അതിന് തടസ്സം നിൽക്കരുത്. നഈം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയോട് ആ നേരം പറയുന്നു, ഉഹദ് നടക്കാൻ പോകുമ്പോൾ സ്വഹാബികൾ അങ്ങനെ മശ്വറ ചെയ്തു. പിന്നീട് സ്വഹാബികൾ തങ്ങളോട് പറഞ്ഞു, നബിയെ നമ്മൾ മദീനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി യുദ്ധം ചെയ്യലാണ് നല്ലത്, ഉഹദിലേക്ക് അങ്ങോട്ട് പോകാം. ശത്രുക്കൾ മദീനത്തേക്ക് കയറിയാൽ നമ്മുടെ പെണ്ണുങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മദീനക്ക് സംരക്ഷണം കൊടുത്തിട്ട് നമുക്ക് പുറത്തു പോകാം. അങ്ങനെയാണ് ഉഹദിലേക്ക് സ്വഹാബിമാർ പിന്നീട് പോകുന്നത്. ആ സമയം നഈബ് ഇബ്നു മാലിക് നബി തങ്ങളോട് റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ വല്ലാഹി ലാ അദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. അപ്പോൾ തങ്ങൾ ചോദിച്ചു, ബിമ, എങ്ങനെ, എന്തുറപ്പിലാണ് നിങ്ങളത് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത്? എന്തുണ്ട് കയ്യിൽ? ബിഖസുലതൈൻ, 2 കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് നബിയേ. ആ 2 കാര്യം കൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകും. എന്താണ് ആ 2 എണ്ണം എന്നറിയുമോ? ബി അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒരുപാട് ഇഷ്ടമാണ് നബിയേ. ആ ഹിബ്ബാൻ മഹാന്മാരായ സയ്യിദന്മാരോട് മുമ്പോൾ സയ്യിദന്മാരോട് പ്രത്യേകിച്ച് കാണുന്ന ഹിബ്ബാണ് ഈ മണ്ണിലേക്ക് നമ്മളെയൊക്കെ വിളിച്ച് ഇവിടെ വരുത്തുന്നത്. ആ ഹിബ്ബ് കൽബിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇവിടെ വന്നവരുണ്ട്, വരാത്തവരുണ്ട്. സയ്യിദന്മാരോട് പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ് തങ്ങളോട് ഭയങ്കരമായ സ്നേഹം. ചിലവർ പുറത്ത് കാണിക്കേ ഒന്നുമല്ല, വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. മുഹിബ്ബീങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, എനിക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടായ്മ മഹബത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ ഹിബ്ബ് സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ ഹിബ്ബ് കാരണം സ്വർഗം കിട്ടും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നവരാണ്, തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, തെറ്റുപറ്റിപ്പോയാൽ തൗബ ചെയ്യേണ്ടവരാണ്. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഹിബ്ബ് കൂടെയുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അത് നമുക്ക് രക്ഷയുടെ മാർഗമാണ്. 2 കാര്യമുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് സ്വർഗം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് തടസ്സം നിൽക്കരുത് നബിയെ. ബിഖസുലതൈൻ, 2 എണ്ണം. 1 ഉഹിബ്ബുല്ലാഹ വറസൂലഹു വലാ അഫിറു യൗമസ്സഹ്ഫി, യുദ്ധം നടന്നാൽ ഞാൻ പിന്തിരിഞ്ഞോടൂല നബിയെ, ഞാൻ പിന്തിരിഞ്ഞോടൂല, ഞാൻ ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ മഹാനായ സ്വഹാബി നഈം ഇബ്നു മാലിക് ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് പോവുകയാണ്. യാ അല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ മസ്ജിദിൽ ഇരിക്കുകയാണ്. മദീനയുടെ മസ്ജിദിൽ ഇരിക്കുന്നു. സ്വലാത്തുൽ അസ്ർ കഴിഞ്ഞിരിക്കുന്നു. സ്വഹാബിമാരുടെ ഇടയിൽ ഒരുപാട് മസ്അലകൾ ചർച്ച ചെയ്തിരിക്കുകയാണ് നിബിതങ്ങൾ. അപ്പോഴാണ് ഒരു ഒട്ടകപ്പുറത്ത് നിന്ന് ഒരാൾ വരുന്നു. അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. വലിയ തലപ്പാവുള്ള നല്ല വേഷധാരിയായ ഒരാൾ, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഒരാൾ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അബ്ബാസ് തങ്ങളെ ഓർമ്മ വരാം. പോയാ മാഷാ അല്ലാഹ്, തങ്ങൾ കേട്ടിരിക്കി. മഹാനായ തങ്ങളുടെ തങ്ങളുടെ മോൻ്റെ അമ്മോഷനാണ് അബ്ബാസ്. വലിയ ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര എടുപ്പ്, അതൊരു ഭയങ്കര ഭംഗിയാണ്. അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ഭയങ്കര മുഹിബ്ബാണ്. സ്നേഹം കൊണ്ടാണ് തങ്ങൾ ഇങ്ങോട്ട് എത്തിയത് എന്നൊക്കെ പറഞ്ഞു. മാഷാ അല്ലാഹ്. എപ്പോഴും
ബന്ധപ്പെടാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അറിയിക്കും. അള്ളാഹു ആ ഹബ്ബ് അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു എടുപ്പുള്ള ഒരാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേര് അംർ ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു. ഖുസാഇയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി സഫുകൾക്കിടയിലൂടെ നടന്നു വന്നിട്ട് മുത്തുനബിയുടെ മുമ്പിൽ വന്നിരുന്ന് ഏതാനും ചില വരികൾ ചൊല്ലുകയാണ്. യാ റബ്ബി ഇന്നി നാഷിദുൻ മുഹമ്മദാ ഹിൽഫു അബീനാ വ അബീഹിൽ അത്ലദാ ഫൻസുർ ഹദാകല്ലാഹു നസ്റൻ അയ്യദാ വദഉ ഇബാദല്ലാഹി യഅ്തു മദദാ فيهم رسول الله قد تجردا أبيض مثل البدر يسمو المسعدا. ഹബീബായ നബി തങ്ങളോട് സഹായം ചോദിച്ചു വരികയാണ്. നബിയെ, അങ്ങനെക്ക് സഹായം ചെയ്യണം, അങ്ങനെക്ക് മദത് തരണം. ഖുറൈശികളും അവരും തമ്മിലുണ്ടായിരുന്ന ഒരു കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സഹായം ചെയ്യാമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയും ചെയ്തു. നുസിർത യാ അംർ ഇബ്നു സാലിം, നുസിർത യാ അംർ ഇബ്നു സാലിം, അംർ ഇബ്നു സാലിമേ, നിങ്ങൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വാക്ക് മതി. നുസിർത യാ അംർ ഇബ്നു സാലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിലേക്കല്ലേ വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മസ്ജിദുൻ നബവിയിലെ മണ്ണിൽ ഇരിക്കുകയാണ്. ജാലിസുൻ അലത്തുറാബ് ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ മണ്ണിലിരിക്കുമായിരുന്നു. മണ്ണിൽ, പച്ചമണ്ണിലിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഒരു മനുഷ്യൻ വരുന്നു. ഇമാം ഇബ്നു സഅലബ എന്നാണ് അവരുടെ പേര്. അഖൂബനി സഅദ് ഇബ്നു ബക്കർ, സഅദ് ഇബ്നു ബക്കർ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഇമാം ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമാവാണ്, ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ്. പള്ളിയിലേക്ക് വന്നപ്പോൾ ഐന മുഹമ്മദു, എവിടെയാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്നറിയുമോ? ദാകർ റജുലുൽ അബിയദുൽ അംഹഖുൽ മുർതഫിഖ്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഷെയ്ഖ് സബാഹ് റിഫായി തങ്ങളെ കാണുമ്പോഴേ അവരുടെ ആ ഒരു എടുപ്പും മുഖത്തെ ഒരു പ്രകാശവും ആ ഒരു നിറവും മുഖത്തിലെ ഒരു ശോഭയും കാണുമ്പോൾ ഒരു നുബുവത്തിൻ്റെ അഹ്ലുബൈത്തിൻ്റെ ഒരു വെളിച്ചം നമുക്ക് അവിടെ ഇങ്ങനെ കാണുകയാണ്. മിൻ സുലാലത്തി റസൂലില്ലാഹ്. ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അത് പുണ്യ നബിയുടെ ആ ഒരു വംശപരമ്പരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ആരാണെന്ന് ചോദിച്ചു വന്നപ്പോൾ അവിടെ ആ ഇരിക്കുന്ന മുഖപ്രകാശമുള്ള നല്ല പ്രഭയുള്ള ആ ഇരിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് ഹബീബിനെ പെട്ടെന്ന് തിരിച്ചറിയും. സ്വഹാബികളുടെ കൂടെ മണ്ണിലാണ് തങ്ങൾ ഇരിക്കുന്നത്. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണാണ്. മണ്ണിലിരിക്കുമ്പോൾ അയ്യുക്കും മുഹമ്മദ്, ആരാണിതിൽ മുഹമ്മദ്? ആ മുഖപ്രകാശമുള്ള ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. വഹുവ യഖ്തരിഖു സുഫൂഫ്, സഫുകൾക്കിടയിലൂടെ സഫ് മുറിച്ചു കടന്ന് ഇങ്ങനെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, യബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മോനെ, തറവാടുള്ള വാപ്പാന്റെ മോനെ എന്നാ വാക്കിൻ്റെ അർത്ഥം. തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാർ 12,000-ഓളം വരുന്ന സ്വഹാബിമാർ മക്ക വിജയം കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന കാലം. 12,000 ആളുകൾ ഹുനൈനിലേക്ക് വന്നു. എല്ലാവരും തിരിച്ചോടി. 11 ആളുകളാണെന്ന് ഉറച്ചു നിന്നത്. 12,000-ൽ 11 ആളുകളാണ് നിന്നത്. ബാക്കി കോടി. എന്താണ് അവസ്ഥ ഉണ്ടായത്? ഭയങ്കരമായ പ്രതിസന്ധി. പിന്നീടാണ് ആ യുദ്ധം വിജയിക്കുന്നത്. ആ നേരത്തെ നബി തങ്ങൾ ഒരു വരി കവിത പാടിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. അത്രേ ഉള്ളൂ. ഒറ്റക്ക് നിന്നു നബി തങ്ങൾ. ഹവാസിന് ഗോത്രക്കാർ അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്വായിഫിന്റെ മലകളിൽ നിന്ന് അമ്പ് വരെയാണ്. എല്ലാവരും പേടിച്ചോടി.
തങ്ങൾക്ക് ഓടാൻ പാടില്ല. വഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. നബിയെ, ഒരു യുദ്ധത്തിലേക്ക് അങ്ങ് ഇറങ്ങി പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിച്ചെന്ന് യുദ്ധക്കളത്തിലെത്തിയാൽ കൂടെയുള്ള മുഴുവൻ ആളുകളും ഓടിയാലും നബിയെ നിങ്ങൾക്ക് ഓടാൻ പാടുള്ളതല്ല. അള്ളാന്റെ നിയമമാണ്. നബി തങ്ങൾക്ക് അങ്ങനെ ചില നിയമങ്ങളുണ്ട്. തങ്ങൾക്ക് നിർബന്ധമാണ് ഒറ്റക്ക് നിൽക്കണം, എല്ലാവരും ഓടി, തങ്ങൾക്ക് ഓടാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. അങ്ങയോട് ചോദ്യം വരും, അങ്ങ് ഓടിയാൽ അങ്ങ് ഓടാൻ പാടില്ല, ബാക്കി എല്ലാവരും ഓടിക്കോട്ടെ, തങ്ങൾ ഓടാറില്ല. കുന്നാ നഹ്തമി ബിളുഹരി റസൂലില്ലാഹ് ഇദാ ഹമിയൽ വതീസ്. യുദ്ധം തുടങ്ങിയാൽ ചില യുദ്ധങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ പേടിക്കുന്ന നേരത്ത് ഹബീബിന്റെ ബാക്കിൽ പോയി ഞങ്ങൾ നിൽക്കാറുണ്ട് എന്ന് ചില സ്വഹാബിമാർ. തങ്ങൾ മുമ്പിലാണ്, നെഞ്ചോടെ തങ്ങൾ മുമ്പിൽ നിൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബാ നബി. എല്ലാം തങ്ങൾ തന്നെയാണ്. തങ്ങൾ അവരുടെ നബിയാണ്, അവരുടെ ഇമാമാണ്, അവരുടെ ഖതീബാണ്, അവരുടെ ഖാദിയാണ്, അവരുടെ സൈനിക നേതാവാണ്, അവരുടെ അധ്യാപകനാണ്, അവരുടെ മുറബ്ബിയാണ്, അവരുടെ കമാൻഡറാണ്. എല്ലാം നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനൻ നബിയു ലാ കദിബ്. ഞാൻ നബിയാണ്, ഇത് നുണയല്ല, അല്ലാഹുവിൻ്റെ നബിയാണ്. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അത് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സമാവിയായ ഒരു ഉന്നതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നബിയാണ്, എൻ്റെ കൂടെ നിൽക്കിൻ. നിങ്ങൾക്ക് അറുതിയായ ഭൗതികമായ ചിലതാണ് താല്പര്യമെങ്കിൽ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്. എൻ്റെ വല്ലിപ്പയല്ലേ മക്കയുടെ ഭരണാധികാരിയായിരുന്നത്. ആ നിലക്ക് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. ദുന്യാവ് നോക്കുകയാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്, ആഖിറമാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്. അന നബിയു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. അപ്പോഴാണ് അൻസ്വാരികൾ ഓടിക്കൂടി, മുഹാജിറുകൾ ഓടിക്കൂടി. അങ്ങനെയാണ് ഹുനൈൻ വലിയ വിജയമായി മാറുന്നത്. തുടക്കത്തിൽ ചിതറി ഓടിപ്പോയിരുന്നു. ഇത് അജബത്കും കസ്റതുക്കും. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് എണ്ണമുണ്ടായപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ലൻ നുഗ്ലബ അൻ ഖില്ല, നമ്മൾ എണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് തോൽക്കൂല എന്ന് പറഞ്ഞു പോയ യുദ്ധമാണ്. പക്ഷേ പിന്തിരിഞ്ഞോടേണ്ടി വന്നു. നസ്റു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് നസ്റു വരുന്നത് എന്ന് അള്ളാഹു ശരിക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവിടെ ഇമാം ഇബ്നു സഅലബ നബിയോട് മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് ആളുകൾക്കിടയിലൂടെ മുറിച്ചു കീറി വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്, യബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ. ബനു സഅദിലെ അറാബിയാണ്. അറാബികൾ അങ്ങനെയൊക്കെയാണ് പെരുമാറുക. യബ്ന അബ്ദുൽ മുത്തലിബ്. തങ്ങൾ പറഞ്ഞു നഅം, ദാ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്. ഇമാം ഇബ്നു സഅലബ സംസാരിക്കാൻ, ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഈ വന്നത്. ഇന്നി സായിലുക്, ഞാൻ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കണേ. ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, എൻ്റെ ചോദ്യത്തിൽ ഇച്ചിരി കടുപ്പുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ ചോദ്യം കുറച്ച് ടഫ് ചോദ്യമാണ്, ഇച്ചിരി പരുക്കനായിട്ടാണ് ഞാൻ സംസാരിക്കുക. അതുകൊണ്ട് എന്നോടൊന്നും വിചാരിക്കരുത്. തങ്ങൾ പറഞ്ഞു സൽമാ ബദാലക്, നിനക്ക് തോന്നിയതൊക്കെ ചോദിച്ചോ, ഒരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ചോദ്യം നമ്പർ 1, മൻ റഫഅ അസ്സമാ, ആരാണ് നബിയെ ഈ ആകാശഗോളങ്ങൾ മുഴുവൻ പടച്ചതാരാണ്? ഇന്നത്തെ യുക്തിവാദി ചോദിക്കുന്നൊരു ചോദ്യമാണത്. അവരുത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ. അതിൻ്റെ മറുപടി പുണ്യനബി കൊടുത്തു, അല്ലാഹ്. അവിടെ തീർന്നു. ആരാണ്ടാക്കിയത്? അല്ലാഹുവാണ്. വമൻ ബസത്തൽ അർള്, ഈ ഭൂമിയെ ഇങ്ങനെ മനോഹരമായി നമുക്ക് വിധാനിച്ചു തന്നവൻ ആരാണ്? നബിയുടെ മറുപടി അല്ലാഹുവാണ്. അടുത്ത ചോദ്യം, മൻ നസ്വബൽ ജിബാൽ, ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയത് ആരാണ്? കാരണം മക്കയിലും മദീനയിലും ചെന്നാൽ കാണുന്നത് പർവ്വതങ്ങളാണ്, അതേ ഉള്ളൂ അവിടെ. ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? മറുപടി അല്ലാഹുവാണ്. 3 ചോദ്യം 3 മറുപടി. ഇനി ളുമാം ഇബ്നു സഅലബ പറയാൻ, അസ്അലുക ബിമൻ റഫഅ അസ്സമാഅ വബസതൽ അർള വനസബൽ ജിബാൽ, പർവ്വതങ്ങളെ നിർത്തുകയും ഭൂമിയെ പരവതാനിയാക്കുകയും ആകാശഗോളങ്ങളെ പടക്കുകയും ചെയ്ത അല്ലാഹുവിനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു അർസലക ഇലൈനാ റസൂലാ, ആ അല്ലാഹു നിങ്ങളെ ഞങ്ങളുടെ റസൂലാക്കി നിയോഗിച്ചതാണോ? അങ്ങ് റസൂലാണ്, ഈ അല്ലയാണോ നിങ്ങളെ ഞങ്ങളിലേക്ക് നിയോഗിച്ചത്? തങ്ങൾ ചാരി നിൽക്കുന്ന നബി നേരെ ഇരുന്നിട്ട്, കാരണം ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഹബീബായ നബി തങ്ങൾ നിവർന്നുകൊണ്ട് ഉത്തരം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹു തന്നെയാണ് അതിന് സാക്ഷി. അതേ, ഞാൻ ആ അല്ലാഹുവിൻ്റെ റസൂലാണ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യന് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയാൽ ബാക്കിയെല്ലാം ക്ലിയറാണ്. സമഅൻ വതാഅ, പിന്നെ വേറൊന്നും വേണ്ട. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണല്ലേ, ആ റബ്ബാണോ അങ്ങ് നിയോഗിച്ചത്? അല്ലാഹുമ്മ നഅം, അതെ 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 അതെ, അല്ലാഹു തന്നെയാണ്. പിന്നെ ചോദിച്ചു ഇസ്ലാം എന്താണ്? ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈമാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ പഠിച്ചു. ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആവുകയാണ്. വല്ലാഹി ലാ അസീദു അലാ മാ സമിഅതു വലാ അൻഖുസ്, ഞാൻ ഈ കേട്ട് പഠിച്ചതിൽ നിന്ന് ഏറെയോ കുറച്ചോ ഒന്നും ഞാൻ ചെയ്യൂല. 5 നേരം ഞാൻ നിസ്കരിക്കും, റമളാൻ ഞാൻ നോമ്പെടുക്കും, സകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ സകാത്ത് കൊടുക്കും, കഴിയുമെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും. ഇതിലപ്പുറം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു അന ദിമാം ഇബ്നു സഅലബ, എൻ്റെ പേര് ദിമാം ഇബ്നു സഅലബ എന്നാണ് നബിയെ. അഖൂ ബനി സഅദ് ഇബ്നു ബക്രിൻ, ബനു സഅദ് ഇബ്നു ബക്കർ എന്ന ഗോത്രത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. ഇത് പറഞ്ഞ് ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഹബീബിന്റെ മസ്ജിദിൽ നിന്ന്. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി തങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണെന്നറിയണ്ടേ? മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ, സ്വർഗത്തിലേക്ക് നടന്നു വരുന്ന ഒരാളെ ആർക്കെങ്കിലും കാണണമെന്ന ആഗ്രഹമുണ്ടോ? നോക്കിക്കോളൂ, ആ പോകുന്ന മനുഷ്യനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ഒരു നിസ്കാരം പോലും അയാൾ നിർവഹിച്ചിട്ടില്ല, ഷഹാദത്ത് നിർവഹിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ഇതിലേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഇതിൽ ഞാനൊട്ട് കുറക്കുകയുമില്ല. അത്രയാണ് പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതാ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണിത്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിന്റെ ഉള്ളിലാണ് രോഗിയായി കിടന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് രോഗ ശുശ്രൂഷകൾ നിബിധങ്ങൾ നടത്തിയത് മസ്ജിദുൻ നബവിയിലാണ്. അല്ലാഹുവിൻ്റെ റസൂലിന്റെ മസ്ജിദിൽ രോഗിയെ ചികിത്സിക്കുകയോ എന്ന് ചോദിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ തന്നെ ബുഖാരിയിൽ ഒരു ബാബ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ രോഗിയെ പള്ളിയിൽ നിന്ന് ചികിത്സിക്കാൻ പറ്റുമോ ഇല്ലയോ? എന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് കൊണ്ടുവന്നത്, അവിടെ ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വഹാബിയായി 7 വർഷമോ അതിൽ താഴെയോ ആണ് ഉണ്ടായത്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വലിയ മുറിവേറ്റു. ഔസ് ഗോത്രത്തിൽപ്പെട്ട മഹാനാണ്. അള്ളാഹുവിൻ്റെ റസൂലെങ്ങാനും ഏതെങ്കിലും ഒരു സ്വഹാബി വഫാത്തായിട്ട് നബി തങ്ങൾ കരഞ്ഞ കരച്ചിൽ, ഇത്രമേലൊരു കരച്ചിൽ നബി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, പള്ളിയിലാണ് കൊണ്ടുവന്ന് കടത്തിയത്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ കരയുന്നവരിൽ എൻ്റെ വാപ്പ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, റസൂലുള്ളാഹി തങ്ങളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൻ നബവിയുടെ വാതിലിൻ്റെ ഇടയിലൂടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റസൂലും എൻ്റെ വാപ്പയും ഉമർ എന്നവരും ഉറക്കെ കരയുന്നുണ്ട്. ആ കരച്ചിലിൻ്റെ ഇടയിൽ റസൂലുള്ളാഹിൻ്റെ കരച്ചിൽ എനിക്ക് വേറിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സഅദ് ഇബ്നു മുആദ് അൽ ഔസി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് നടന്നപ്പോഴാണ്. മഹാനായ സ്വഹാബിയുടെ മരണം നടന്നപ്പോഴാണ് അർശ് വിറച്ചു എന്ന് പറഞ്ഞത്. ഹസാൻ ഇബ്നു സാബിത്ത് എന്നവരുടെ കവിതയാണത്. വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലി സഅദിൻ അബി അംരി. വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലി സഅദിൻ അബി അംരി. ഇമാം ബുഖാരി തങ്ങളുടെ ബാബ് തന്നെ ഹൽ യൂളഉ അൽ ജരീഹു ഫിൽ മസ്ജിദി, മുറിവ് പറ്റിയ ആളെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? അങ്ങനെ ബുഖാരി എടുത്ത് നോക്കിയാൽ ഒരു ബാബ് കാണും, ഹൽ യൂളഉൽ ജരീഹു ഫിൽ മസ്ജിദ്. മുറിവുള്ള ഒരാളെ, മുറിവ് പറ്റിയ ഒരാളെ, ചോര ഒലിക്കുന്ന മുറിവ് പറ്റിയ ഒരാളെ പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്താൻ പറ്റുമോ? പറ്റുന്ന, പള്ളി ബുദ്ധിമുട്ടാക്കരുത്, പള്ളി നജസാക്കരുത്, പക്ഷെ അത് പറ്റും. തംരീൽ പറ്റും. അവിടെ അതാണ് അവിടെ വഴിയുള്ളൂവെങ്കിൽ അത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധരായ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് ചരിത്രം പറയാം. മരണം ആസന്നമാവുകയാണ്.
അല്ലാഹുമ്മ ഇൻ കുൻത ബഖൈത ഹർബൻ ലിറസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅൽ യഹൂദി ഫഅബ്ഖിനി ലഹാ. എന്താ ദുആ എന്നറിയോ? ചെറുപ്പക്കാരനാണ് സഅദ് ബിൻ മുആദ് എന്നവർ. മരിക്കുമ്പോൾ 40 ചില്ലാനം വയസ്സേ ഉള്ളൂ. അല്ലാഹുവേ, നിന്റെ റസൂലിന് അന്നത്തെ ജൂതന്മാർ പുണ്യനബിയുമായി കരാറ് പൊളിച്ചവരാണ്, നബിയെ കൊല്ലാൻ പ്ലാനിട്ടവരാണ്, ഹബീബായി നബിക്ക് വിഷം ചേർത്ത ആടുമാംസം കൊടുത്തവരാണ്. ഹബീബ് താഴെ ഇരിക്കുമ്പോൾ മേലെ പാറക്കല്ല് കൊണ്ടുവന്ന് താഴെ ഹബീബിൻ്റെ തലയിലേക്ക് കല്ലിടാൻ പ്ലാൻ ചെയ്തവരാണ്. അതൊക്കെ ചെയ്തവരാ. അതുകൊണ്ട് സഅദ് നമ്മുടെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു. അല്ലാഹുവേ, ജൂതന്മാരുമായി ഒരു സൈനിക നടപടി എൻ്റെ റസൂലിനുണ്ടെങ്കിൽ എന്നെ ജീവനോടെ നിലനിർത്തണേ, അതിനു മുമ്പ് മരിപ്പിക്കരുതേ. വഇൻ കുൻത അൻഹൈതൽ ഹർബ്, അവരുമായി ഒരു യുദ്ധമൊന്നും ഇല്ലെങ്കിൽ ഫഖുദ്നി ഇലൈക, എന്നെ നീ അങ്ങ് കൊണ്ടുപോയിക്കോ റബ്ബേ, നീ എന്നെ കൊണ്ടുപോയിക്കോ. പക്ഷെ അവിടെ ഒരു സംഭവമുണ്ടായി. ജൂതന്മാരുടെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പുന്നാര നിബിതങ്ങൾ മഷ്വറ ചെയ്യുമ്പോൾ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സഅദ് ബിൻ മുആദിന് അധികാരമുണ്ട്. കാരണം ഔസ് ഗോത്രവുമായി സഅദ് ബിൻ മുആദ് തങ്ങളുമായി ജാഹിലിയത്തിൽ ഒരു കരാറുണ്ട് ജൂതന്മാർക്ക്. ഖൈബർ എന്ന സ്ഥലമൊക്കെ ഞങ്ങൾ സിയാറത്ത് ചെയ്ത് ഇപ്രാവശ്യം ചെന്നപ്പോൾ സൗദിയിൽ പോയപ്പോൾ മദീനയിൽ നിന്ന് ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഇന്നും നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഖൈബർ കോട്ടകൾ കുന്നിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഖൈബറിലെ ശുഹദാക്കൾ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതൊക്കെ തുറന്നല്ലോ സൗദി അറേബ്യയിൽ. സിയാറത്തിനൊക്കെ വന്നോളി എന്നാണ് ഇപ്പോൾ പറയണത്. സുബ്ഹാനല്ലാഹ്, ബദറിലൊക്കെ എന്ത് റാഹത്തിൽ സിയാറത്ത് ചെയ്യാം. ബദർ ശുഹദാക്കൾ കിടക്കുന്ന സ്ഥലം കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്രില്ലാണ്, നോക്കിയാൽ കാണും. മുമ്പ് അങ്ങനെയല്ല, അവിടെ നിന്ന ബസ് പിന്നെ അവർ എന്തെങ്കിലും എറിയും, അല്ലെങ്കിൽ ബസ്സിന് ഫൈനിടും, ഡ്രൈവറെ പിടിച്ചുകൊണ്ടുപോകും, പണിയായി. ഇപ്പം അതൊന്നുമില്ല, കറാഹത്തിൽ. യാ അല്ലാഹ്, എത്ര നേരം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാം. ഖൈബറിൽ ഞങ്ങൾ ചെന്നു. മദീനയിൽ നിന്ന് വീണ്ടും അങ്ങ് മേലോട്ട് തബൂക്ക് റൂട്ടിലേക്ക് പോകണം, 200 കിലോമീറ്റർ. അവിടെയാണ് ഖൈബർ. അവിടെ ഒരുപാട് സമൃദ്ധമായ ഈത്തപ്പനകളുണ്ട്. പണ്ട് ജൂതന്മാർ താമസിച്ച സ്ഥലമാണ്. ആ കോട്ടകളൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്, ഖൈബറിലെ കോട്ടകൾ. അലി റളിയല്ലാഹു അൻഹു കോട്ടൻ്റെ കവാടങ്ങൾ പിടിച്ചിട്ട് മുറഹിബിൻ്റെ മുമ്പിൽ അലി തങ്ങൾ ചെയ്ത ആ ഒരു അനുഭവങ്ങളൊക്കെ ഖൈബറിൻ്റെ യുദ്ധക്കളം നമുക്കവിടെ കാണാൻ കഴിയും. വളരെ അത്ഭുതകരമാണ്. അത് കഴിഞ്ഞ് പിന്നെ തബൂക്ക് യുദ്ധം നടന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റി. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും പുണ്യനബി തങ്ങളുടെ സ്വഹാബിയായ സഅദ് ബിൻ മുആദ് എന്നവർ ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനം